ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം കേവ് ഡാർക്ക് എഡിഷൻ നമ്മുടെ വണ്ടിയുടെ ഫസ്റ്റത്തെ ഒരു യൂസർ റിവ്യൂയും നമ്മുടെ എന്തൊക്കെയാണ് നമ്മുടെ വണ്ടിയിലുള്ളത്, വാട്ട്സ് ഇൻ മൈ കാർ, അതാ. വ്ളോഗേഴ്സ് ചെയ്യല്ലേ, വാട്ട്സ് ഇൻ മൈ ബാഗ് ആണെങ്കിൽ നമ്മുടെ കാർ റിവ്യൂ ആണ്. അപ്പോൾ ആ കാറിന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ വാങ്ങിച്ചപ്പോൾ ഉണ്ടായിരുന്നതല്ല, അത് എവിടെ കളഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മുടെ കാർ എന്ന് പറയുന്നത് കേവ് EV എംപവേർഡ് എക്സ് ഡാർക്ക് എഡിഷൻ ആണ്. അതായത് കേവ് ഇപ്പോൾ കറൻ്റ്ലി 3 മോഡൽസ് ആണുള്ളത്: അക്കംപ്ലിഷ്ഡ് എക്സ്, എംപവേർഡ് എക്സ്, പിന്നെ ഡാർക്ക് എഡിഷൻ. ഇപ്പോൾ എല്ലാവരും ടോപ്പ് തന്നെയാണ് ഡാർക്ക് എഡിഷൻ എന്ന് പറയുന്നത്. ഈ എക്സ് എന്ന് പറയുന്നത് അല്ല, എക്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഇന്നലെ രാത്രി ഇതായിരുന്നല്ലേ പഠിച്ചോണ്ടിരുന്നത്. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 3 എക്സ് ഉണ്ടായിരുന്നു, ഇവന് 3 എക്സ് ഉണ്ടായിരുന്നു. എക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി പണ്ട് കേവ് 6 വേരിയൻ്റ് ആയിരുന്നു, ഡാർക്ക് എഡിഷൻ ഉൾപ്പെടെ. അതായത് സൺറൂഫ് വരുന്ന മോഡൽ, സൺറൂഫ് ഇല്ലാത്ത മോഡൽ 45 ബാറ്ററി, 55 ബാറ്ററി. ഇപ്പോൾ അത് ആക്ച്വലി 2 മാറ്റിയവർ. അതായത് അക്കോംപ്ലിഷ്ഡ് എന്ന് പറയുന്ന എക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് സൺറൂഫ് വരുന്നതുകൊണ്ട് എക്സ് എന്ന് പറയുന്നത്, അതായത് സൺറൂഫ് മീൻസ് പാനോറാമിക് സൺറൂഫാണ് എക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ എന്താ പറയുക, പിന്നെ വരുന്നത് 2 55 മാത്രമേ ഇപ്പോൾ ബാറ്ററി ഉള്ളൂ. 45 മാറ്റിയവർ, 55 മാത്രമേ ഉള്ളൂ. പ്രൈസും കുറച്ച് ഡ്രോപ്പ് ആക്കിയിട്ടുണ്ട് അവർ നമുക്ക് വേണ്ടിയിട്ട്, ഭാഗ്യത്തിന്. നമുക്കിനി വണ്ടിയിലോട്ട് പോകാം ഗൈസ്. ഇതാണ് നമ്മുടെ വണ്ടി. ബ്ലാക്ക് കളർ വണ്ടിയാണ്, അതുകൊണ്ടാണ് രാവിലെ ബ്ലാക്ക് ഇട്ട് ഇറങ്ങിയത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് തുടക്കം നമ്മുടെ ഈ ലോഗിലിടുന്ന തുടങ്ങാം. ഇവിടെ ഒരു ഓട്ടോമാറ്റഡ് ആയിട്ടാണ് ഇതിൻ്റെ ചാർജ്. സെപ്പറേറ്റ് ചാർജിങ് ആണ്. അകത്ത് ബട്ടൺ ഉണ്ട്, ഞെക്കിക്കഴിഞ്ഞാൽ പ്രസ് ചെയ്യുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പണായി വരും. എന്നിട്ട് ചാർജറിൻ്റെ സോക്കറ്റും കാര്യങ്ങളും വരും. ചാർജ് പ്ലഗ് ചെയ്യുക, അല്ലെങ്കിൽ അതിനുശേഷം ചാർജ് ചെയ്തിട്ട് നമുക്ക് അവിടെ അകത്ത് പ്രസ് ചെയ്തിട്ട് ചാർജർ റിമൂവ് ചെയ്യാം. എന്നിട്ട് ഇൻ കേസ് നമ്മൾ അടച്ചിട്ട് ഇത് ക്ലോസ് ചെയ്യാൻ മറന്നു പോയാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇത് തിരിച്ച് ക്ലോസ് ആവും. അങ്ങനെ ഒരു ഫീച്ചർ ഉണ്ട്. അതായത് നമ്മളിപ്പം ഇത് ക്ലോസ് ചെയ്യാൻ പെട്ടെന്ന് മറന്നു പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് റണ്ണിങ്ങിൽ തന്നെ ഓട്ടോമാറ്റിക് ക്ലോസ് ആയിക്കോളും. പിന്നെ ഇതിൽ വരുന്നത് LED DRLs ആണ്. ടോപ്പ് എൻഡ് മോഡൽ ആയതുകൊണ്ട് തന്നെ ഇതിൽ കണക്റ്റഡ് ലൈറ്റാണ് വരുന്നത്. ഫോഗ് ലാമ്പ് ഇതിൽ അതായത് ഇൻബിൽഡ് ആയിട്ട് നമുക്ക് ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്. വളരെ അത്യാവശ്യം ഫീച്ചറാണ് ഫോഗ് ലാംപ്സ് എന്ന് പറയുന്നത്. സോ ഫോഗ് ലാംപ്സ് കാര്യങ്ങളും ലൈറ്റും എല്ലാം വരുന്നുണ്ട്. പിന്നെ 360 ക്യാമറ ഉണ്ട് നമുക്ക് വണ്ടിയിൽ, ഫുൾ 360 ക്യാമറ. അതുകൊണ്ട് തന്നെ പാർക്കിംഗ് ആണെങ്കിലും ബൈക്ക് കാര്യങ്ങളെല്ലാം ഭയങ്കര സ്മൂത്താണ്. ഈവൻ ഒരു 15 km/h സ്പീഡ് വരെ നമ്മൾ മൂവ് ചെയ്യണ വരെ 360 ക്യാം വോക്കാവും. അപ്പം അധികം കാണിച്ചിനകത്ത് കയറിയിട്ട് ആദ്യം പുറത്ത് പോയാലും കാണാം. പിന്നെ ഇവിടെ എന്താ റെയിൻ സെൻസസും കാര്യങ്ങളും വരുന്നുണ്ട്. അതായത് മഴ പെയ്യുമ്പോൾ നമ്മൾ വൈപ്പർ ഇടണമെന്നില്ല, ഓട്ടോമാറ്റിക്കായിട്ട് വൈപ്പർ വർക്കായിക്കോളും. അപ്പം അതുവരെ നീ വർക്കാവൂല. മൂട് പോയി. ഈ നമുക്ക് ഫ്രണ്ട് ഹുഡിൻ്റെ അകത്ത് ഒരു ചെറിയൊരു സ്റ്റോറേജ് ഏരിയ വരുന്നു. ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്. എന്തെങ്കിലും ലൈറ്റായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ എന്തെങ്കിലും വെക്കണം, ഇവിടെ വെക്കാം. പിന്നെ നമ്മുടെ ചാർജർ ഉണ്ടെങ്കിൽ ചാർജറിന് വയ്ക്കുക. അതിനാണ് മെയിൻ ഈ സ്പോട്ട് ഉള്ളത്. അഡീഷണൽ ഫീച്ചേഴ്സിന് ഒരു ബാറ്ററി ഇരിപ്പുണ്ട്. അടിയിലാണ് മെയിൻ കാര്യങ്ങളെല്ലാം വരുന്നത്. ഈ കാണുന്ന ഓറഞ്ച് സംഭവം അറിയാത്തവർക്ക് ഇതിൻ്റെ അകത്താണ് ഏറ്റവും പവർ കൂടിയ വയേഴ്സും കാര്യങ്ങളെല്ലാം വരുന്നത്. സോ അത് ഹാൻഡിൽ വിത്ത് ലോട്ട് ഓഫ് അവിടെ കൊണ്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെവരിൽ ചിത്രമായിട്ട് വരുന്നതെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. പിന്നെ ഇതിൽ വരുന്ന പറയുമ്പോഴത്തേക്ക് ലൈക്ക് ഇവിടെ നമ്മുടെ മിററിൽ ക്യാമറ വരുന്നുണ്ട്, ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്, കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഒരു ഡോറിൻ്റെ പാഡൽസ് ആണെങ്കിൽ ഒരു പുഷ് പുൾ, അത് ഇതിന് എന്താ പറഞ്ഞൊരു പേരുണ്ട്, ഇതിനൊരു പേരുണ്ട്. ഇതിനെ പറയുന്ന പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് എന്നാണ്. ബ്രേക്ക് ഇട്ടതേ ഇനി എഡിറ്റ് ചെയ്യുമ്പോൾ കയറ്റാം. അപ്പോൾ ആ ഒരു ഇതാണ് വരുന്നത്. അതിലാണെങ്കിലും നല്ല LED ലൈറ്റ്സ് എല്ലാം ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. വണ്ടി ഓൺ ആക്കുന്ന സമയത്താണെങ്കിലും ഫുൾ ഒരു LED ലൈറ്റ്സും കാര്യങ്ങളും വരുന്നുണ്ട്. മുകളിൽ നല്ല പെനറോമിക് സൺറൂഫും പിന്നെ ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിനയും വരുന്നുണ്ട്. അപ്പോൾ ഇത് സംഭവം വണ്ടി ഫുൾ പൊടിയെന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ലോങ് ട്രാവൽ ചെയ്യുന്നതുകൊണ്ടാണ്. ബ്ലാക്ക് ആയതുകൊണ്ട് മെയിൻ്റെനൻസ് കുറച്ച് പാടായിരിക്കും. ആരാണെങ്കിലും അത് നോക്കിയിട്ട് വേണം ബ്ലാക്ക് കളർ ചൂസ് ചെയ്യാൻ. പക്ഷേ ലുക്ക്
അത് ഒരു കോംപ്രമൈസിൽ അന്യായ ലുക്കായിരിക്കും. പിന്നെ പിറകോട്ട് വരുമ്പോൾ അവിടെയാണെങ്കിലും കണക്റ്റഡ് ടെയിൽ ലാംപ്സ് ആണ് വരുന്നത്. അത് ഇത് ആക്ച്വലി ഇപ്പം ഞാൻ ജസ്റ്റേഴ്സ് ഇട്ടിട്ടില്ല. ജസ്റ്റേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ബൂട്ട് ഓപ്പൺ ആക്കാൻ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ബൂട്ട് ഓപ്പൺ ആയ ഓട്ടോമാറ്റഡ് ബൂട്ട്സ് ആണ്. ക്ലോസിംഗ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇതിപ്പോൾ നമുക്ക് ജസ്റ്റ് പ്രസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ അങ്ങനെ ഓപ്പൺ ആക്കാം. നമ്മൾ കീയിലൂടെ കീന്ന് ഓപ്പൺ ആക്കാം. അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. ഒരു കൂപ്പേ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഗ്ലാസ് ഇങ്ങനെ ഇവിടെ പോകുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ഉണ്ട്. ഇതിനകത്ത് ഒരാൾക്ക് വേണമെങ്കിൽ സുഖമായിട്ട് ഒടിഞ്ഞ് മതി കിടന്ന് കിടക്കാം. അത്രയും ബൂട്ട് സ്പേസ് ഉണ്ട്, നല്ല ബൂട്ട് സ്പേസ് ഉണ്ട്. അത് മെസ്സേജ് ഇപ്പം കയറ്റി വെച്ചോ, വേറെ തല പറ്റി അല്ലെങ്കിൽ അത് വേൾഡ് കപ്പ് ഒക്കെ നടക്കുകയല്ലേ മെസ്സി. എടാ അത് കയറി പോണടാ. പിന്നെ ആക്ച്വലി എന്തെങ്കിലും ടച്ച് ചെയ്തിട്ടുണ്ടാകും, അതാണ് തിരിച്ച് കയറി വന്നത്. അടഞ്ഞു. പിന്നെ ചതിക്കരുത് ടാറ്റേ. പിന്നെ വണ്ടിയിൽ വരുന്നത് 18 ഇഞ്ച് അലോയ് വീൽസ് ആണ്. 18 ഇഞ്ച് അലോയ് വീൽസ് ആയതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ നമ്മുടെ റോഡിലൊക്കെ അത്യാവശ്യം നല്ല കംഫർട്ട് ഉണ്ട് വണ്ടി. നല്ല സസ്പെൻഷൻ ആണ്. പി പറഞ്ഞില്ല, പി പഠിച്ചിട്ടില്ലേ? എങ്ങനെയാണ് പി എക്സ്പീരിയൻസ്? നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. കുലുക്കം ഇച്ചിരി കുറവാണ്. കുലുക്കം കുറവാണ്. നല്ല എക്സ്പീരിയൻസ്, സസ്പെൻഷൻ, നമ്മൾ ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഇന്ത്യൻ വണ്ടിയായ ടാറ്റയിൽ നിന്ന് ഞാൻ ഒരിക്കലും ഇത്രയും ഒരു ഇത് സത്യം പറഞ്ഞാൽ എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷേ കിട്ടില്ല, ഒരു രക്ഷയില്ല. അത് പറയാൻ അകത്തേക്ക് ഇറങ്ങുന്നതാ. ഇതൊക്കെ ഏതായി സാറേ? ഒരു നേരത്തെ ചോറ് ആക്ച്വലി പിന്നെ ഈ വണ്ടിയിൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ഫീച്ചറാണ് എനിക്ക് ഈ കാണുന്ന എന്താ ഒരു സൺ ഷെയ്ഡ്സ് എന്ന് പറയുന്നത്. ഇൻബിൽഡ് ആയിട്ട് സൺഷെയ്ഡ്സ് വരുന്നതുകൊണ്ട് തന്നെ ബാക്കിൽ ഇരിക്കുന്നവർക്ക് നമുക്ക് കൂളിംഗ് ഒന്നും ഒട്ടിക്കണമെന്നില്ല. അത്യാവശ്യം സുഖമായിട്ടിരിക്കാം. വേണ്ടെന്നുണ്ടെങ്കിൽ താത്തി വയ്ക്കാം. ആ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് തന്നെ അത് കൂടാതെ എനിക്ക് ആക്ച്വലി ഒരു ഡീമെറിറ്റ് ആയിട്ട് തോന്നിയൊരു കാര്യമുണ്ട്, അതും പറയണമല്ലോ. ബോട്ടിൽസ് ആക്ച്വലി സ്ട്രെയിറ്റ് വെക്കാക്കത്തില്ല, ഇങ്ങനെ സൈഡ് അടിച്ച് വെക്കണം. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും കുടിച്ചോടിക്കണമെങ്കിൽ നമുക്കത് അടച്ചിട്ടേ വെക്കാവുള്ളൂ. നമ്മൾ നോർമലി മിക്ക കാർസിലും അങ്ങനെ ഒരു ഓപ്ഷൻ, നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെറുതെ കുടിച്ചോണ്ട് വെറുതെ വെക്കാം. പക്ഷേ ഇതിൽ അങ്ങനെ പറ്റില്ല. ഇതിൽ ആക്ച്വലി സീറ്റ്സ് ചെറിയ റിക്ലൈനിങ് ഓപ്ഷൻ ഉണ്ട്. അത് കൂടാതെ 40-60 ആണ്. അപ്പോൾ അതായത് വേണമെങ്കിൽ നമുക്ക് മൊത്തത്തിൽ സീറ്റ് മടക്കി വെക്കാം. അത് രണ്ടുപേരും മടക്കി വെക്കാം, അല്ലെങ്കിൽ ഒന്നായിട്ട് ഒരാൾ ഇരുന്നിട്ട് ഒരാൾ മടക്കി വെക്കാം. ഇവിടെ ഒരു കപ്പ് ഹോൾഡറും കാര്യങ്ങളും വരുന്നുണ്ട്. ഇവിടെയാണ് ആകെ കപ്പ് ഹോൾഡർ ഉള്ളത്. ബാക്കിൽ ഫ്രണ്ടിൽ പറ്റത്തേ ഇല്ല. ഫ്രണ്ടിൽ ആക്ച്വലി ഈ ഓപ്ഷൻ ഇല്ല. പിന്നെ ആക്ച്വലി ഇവിടെ ചാർജറിന് ഒരു 45 വോൾട്ടിന്റെ ഒരു സ്പീഡ് ചാർജർ അവിടെ 45 വാട്ടിന്റെ സ്പീഡ് ചാർജറിന്റെ സ്പീഡ് ചാർജർ അവൈലബിൾ ആണ്. 2 AC വെൻസ്. നമ്മള് അകത്തേക്ക് എത്തുമ്പോൾ 6 എയർ ബാഗ് എന്ന ഒരു സേഫ്റ്റി ഫീച്ചർ നമുക്ക് അവൈലബിൾ ആണ്. അത് കൂടാതെ 360 ക്യാം, ഇതാണ് നേരത്തെ പറഞ്ഞത്. നല്ല അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്, കാണാൻ പറ്റുന്നുണ്ടല്ലോ. നല്ല ക്ലാരിറ്റി ഉണ്ട്. 2D 3D വ്യൂ ഉണ്ട്. അത്യാവശ്യം നന്നായിട്ട് ഫുൾ പക്ക വിസിബിലിറ്റി, ഒരു രക്ഷയില്ല. അതും എടുത്ത് പറഞ്ഞില്ല, ക്യാമറ ഒരു രക്ഷയില്ല. നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് ടയേഴ്സ് കാണാം. ഇതിപ്പോൾ ബാക്ക് ടയേഴ്സ് മാത്രമായിട്ട് കാണാം. 3D ഫുള്ളായിട്ട് കാണാം. നമുക്ക് ഇവിടെ ഓരോ പൊസിഷനായിട്ട് ഫുൾ ചെക്ക് ചെയ്ത് കാണാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു നല്ല ക്യാമറ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതാണ് 360 ക്യാമറ വരുന്നത്. പിന്നെ ആക്ച്വലി ഇതാണ് നമ്മുടെ പെനോറമിക് സൺറൂഫ്. അതിൻ്റെ ഫുൾ സിസ്റ്റം ആക്ച്വലി ഇവിടെ ഇരിക്കണം. ജസ്റ്റ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മൂത്ത്. ഫ്രണ്ടിരിക്കുന്നവർക്ക് മാത്രമല്ല ബാക്കിൽ ഇരിക്കുന്നവർക്കും വെയിൽ അങ്ങനെ ഫ്രണ്ടിൽ മാത്രം വെയിലുണ്ടോ? ലൈറ്റ് ഉണ്ട്. അപ്പോൾ പിന്നെ വരുന്നത് സ്റ്റിയറിംഗ് വീലിൽ തന്നെ അത്യാവശ്യം കൺട്രോൾസ് എല്ലാം ഉണ്ട്. അതായത് ഇത് നമ്മുടെ വോളിയത്തിൻ്റെ, ഇത് ചാനൽസ് മാറുന്നത്, വോയിസ് അസിസ്റ്റായിട്ട് നമുക്ക് കമാൻഡ് കൊടുക്കാം. ഈ സൺറൂഫൊക്കെ ആക്ച്വലി വോയിസ് അസിസ്റ്റായിട്ട് നമുക്ക് ഇനേബിൾ ചെയ്യാൻ പറ്റും. നമുക്ക് വോയിസിൽ കൂടി തന്നെ സൺറൂഫ് ഓപ്പൺ ആക്കാം, ക്ലോസ് ആക്കാം, എങ്ങനെയാണോ വെച്ചാൽ അതൊക്കെ വോയിസിൽ തന്നെ ഇനേബിൾഡ് ആണ്. പിന്നെ നമുക്ക് വണ്ടിയിൽ അഡാസ് ഉണ്ട്. അത് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്. ഇവിടെ സൈഡിൽ കാണാൻ പറ്റുന്ന അവിടെ ഒരു ഇതുണ്ടോ, ഇത് ഈ ഒരു ബട്ടൺ കൊണ്ട് ഇതുണ്ടോ, ഈ ഒരു ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ്സ് വെന്റിലേറ്റഡ് ആവും. ഡാർക്ക് എഡിഷൻ ആയതുകൊണ്ട് തന്നെ വണ്ടിയുടെ സീറ്റ്സ് ഫുള്ള് ബ്ലാക്ക് ആണ്. അതുപോലെ വെന്റിലേറ്റഡ് സീറ്റ്സ് വരുന്ന ഈ ഒരു ഭാഗത്താണ്. ഈ ഒരു ഡിസൈൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡിസൈനുള്ള പോർഷൻ ഇവിടെയും
ഇവിടെ ആയിട്ടാണ് വണ്ടിയുടെ സീറ്റ്സ് വരുന്നത്. ഇവിടെ നമുക്കൊരു ലോക്കുണ്ട്, നമ്മുടെ എയർ ബാഗിൻ്റെ ലോക്കാണ്. ഇത് ആക്ച്വലി നമ്മുടെ പാസഞ്ചർ സൈഡ് എയർ ബാഗ് നമുക്ക് ഓൺ ഓഫ് എങ്ങനെയാണ് ചെയ്തിടാൻ പറ്റും. അതിനോട് മുകളിൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഒരു 10.5 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനാണ്. ഇതിൽ തന്നെ നമുക്ക് ആക്ച്വലി എല്ലാം നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ ടയറിൻ്റെ പ്രഷർ കാര്യങ്ങൾ, അതുപോലെ എനർജി. അതായത് നമ്മളിപ്പം ഇതിൽ നമ്മുടെ റീജനറേഷൻ മോഡ് ഇടാനായിട്ട് നമ്മുടെ പാഡൽ ഷിഫ്റ്റാണ് പറഞ്ഞത്. അതായത് നമുക്കിപ്പോൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇതിലിപ്പോൾ L1, L2, L3 ഓഫ് എന്നുണ്ട്. ഇപ്പോൾ L3 ആണ്. അതായത് നമ്മുടെ പണ്ടത്തെ ഒരു സൈക്കിളിൻ്റെ ഒരു ഡൈനാമോയുടെ കണക്കൊരു ഫംഗ്ഷൻ. അതായത് നമ്മൾ വണ്ടി ആക്സിലേറ്ററിൽ നിന്ന് പതിയെ കാലെടുത്തിട്ട് ചെറിയൊരു ബ്രേക്കിംഗ് വന്ന സമയത്ത് വണ്ടിയിൽ തിരിച്ച് ഓട്ടോമാറ്റിക് ചാർജ് കയറും. L3 കിട്ടിയിട്ട് നമുക്ക് സിറ്റിയിലേക്ക് അത്യാവശ്യം ബ്ലോക്ക് ആണെങ്കിൽ നമുക്ക് ബ്രേക്കിലേ ചവിട്ടണ്ട. നോർമൽ റൈഡൊക്കെ പോകണമെങ്കിൽ ഒരു L2, L1 ഇട്ട് പോയാൽ നല്ല കംഫർട്ടാണ്. അത്യാവശ്യം റേഞ്ചും കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ബാറ്ററി 55 ആണ്. റേഞ്ച് കമ്പനി പറഞ്ഞത് 500 പുറത്താണ്. പക്ഷേ 400 എന്തായാലും കിട്ടും. നമുക്കിപ്പോൾ ഒരു ലോങ് ഒക്കെ ആണെങ്കിൽ 400 പുറത്ത് കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ ഒരു 380 ഓരോരുത്തർ ഓടിക്കുന്നതൊക്കെ ആയിരിക്കും. പിന്നെ ഓരോ വണ്ടി ഓടിച്ച് സെറ്റ് ആവുന്ന ടൈം ഉണ്ടല്ലോ, ആ ഒരു ഇത് എടുക്കുമായിരിക്കും. പിന്നെ ഇവിടെയാണ് ഫുൾ ടച്ച് കൺട്രോൾസ് വരുന്നത്. ഇവിടെ ഒരു ബട്ടൺ വരും. ആക്ച്വലി ഇത് വണ്ടി ഓഫായി കഴിഞ്ഞാൽ അത്ര വരുള്ളൂ. ഇത് ഞെക്കുമ്പോഴാണ് ഫ്രണ്ടിൽ അത് ഓപ്പൺ ആവുന്നത്. ഇത് ചാർജ് ഡിസ്കണക്ഷൻ്റെ കാര്യങ്ങൾ, ഹിൽ സ്ലൈഡിൻ്റെ കൺട്രോൾ ഇവിടെ വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഹസാർഡ്, ബൂട്ട് ഓപ്പണ്, ലോക്ക് ഓൺ, ലോക്ക് ഓഫ്, 360 ക്യാം, AC ഓഫ്, AC ഓൺ, അങ്ങനെ ബാക്കി എല്ലാ ഫംഗ്ഷൻസും ഇവിടെ. ഇത് എക്സ്പ്രസ് കൂളാണ്. ഇത് ആക്ച്വലി ഭയങ്കര ഇഷ്ടമുള്ള നല്ല ഫീച്ചറാണ്. നമുക്ക് വണ്ടി ചൂടായിട്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു ഫീച്ചർ നോക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ പവർ വിൻഡോ ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട്, വണ്ടി ചൂട് കൂടുതലാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പവർ വിൻഡോ ഒക്കെ താത്തിയിട്ട് ചൂട് കാറ്റ് പുറത്തോട്ട് കളഞ്ഞ് വണ്ടി ഫുൾ കൂളാക്കി കിട്ടും. ഇവിടെ ഒരു ഇലക്ട്രിക് എന്താ പറയുക, ഒരു ഗിയറല്ലടാ, ബ്രേക്കിംഗ്. അതായത് പാർക്ക് ബ്രേക്ക് ഇലക്ട്രിക് ആണ്. ലൈക്ക് നമുക്ക് ഇപ്പോൾ പാർക്ക് ബ്രേക്ക് മാറി ഇത് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് അപ്പോൾ ഓട്ടോമാറ്റിക് വീഴും. ഹാൻഡ് ബ്രേക്ക് ഓട്ടോമാറ്റിക്കാണ്. ഓട്ടോ ഹോൾഡ് ഇനേബിൾഡ് ആണ്. വണ്ടിയിൽ ഓട്ടോ ഹോൾഡ് ഉണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലാണ്. ഇതിലേക്ക് വരുമ്പോൾ ഇവിടെ മൂഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള രീതിയിൽ കളേഴ്സ് ചേഞ്ച് ആക്കി. അത് നൈറ്റ് മാത്രമേ അറിയാക്കുള്ളൂ. ഇവിടെ ഒരു ലൈറ്റ് വരുന്നുണ്ട്, 2 ഡോസിൽ വരുന്നുണ്ട്. ഇവിടെ സൺറൂഫ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 സൈഡിലും വരും ലൈറ്റ്. ഇപ്പോൾ ഞാൻ കാണിച്ചിരുന്നു. അത് നമുക്ക് ഇവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. എവിടെ ഫ്രണ്ട് വേണം, അതായത് ഓണാക്കണേ ഓണാക്കാം, ഓഫാക്കണേ ഓഫാക്കിയിടാം. കാര്യങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ട്. പിന്നെ ആൻഡ്രോയിഡും ആപ്പിൾ പ്ലേ രണ്ടും വർക്കിംഗ് ആണ്. ഓട്ടോമാറ്റിക് AC കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വരുമ്പോൾ ഇവിടെ ഒരു വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. ഇവിടെ ഒരു വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. അതായത് നമുക്ക് ഫോണൊക്കെ ആക്ച്വലി ഇവിടെ വെച്ചാൽ ഓട്ടോമാറ്റിക് ചാർജ് ചെയ്യുന്ന വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. അതിന് തൊട്ടടുത്തായിരുന്നു മോഡ്സ് മാറ്റുന്ന നമ്മുടെ ഒരു സർക്കിൾ വീല് വരുന്നുണ്ട്. അത് സ്പോർട്ട് മോഡ്, ഈക്കോ, 3 മോഡ്സിന് ഇപ്പോൾ കറന്റ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് മറ്റൊരു ഡ്രോബാക്ക് ഉണ്ട് ഈ വണ്ടിക്ക്. അതായത് ഇവിടെ 45-ൻ്റെ ഒരു ചാർജറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ അകത്തേക്ക് ഒരു വയർ കുത്തുക എന്ന് പറഞ്ഞാൽ കാണിച്ചത് എൻ്റെ കൈ കയറുന്നില്ല. അത് ഇച്ചിരി പാടാണ്. അല്ല കുഞ്ഞു പിള്ളേരെല്ലാം കൊടുക്കേണ്ടത്. അല്ലാതെ ഇതിൻ്റെ അകത്ത് ഇത് അത്ര ഇതൊരു അവരൊരു മാനുഫാക്ചറിങ് ഒരു എറർ തന്നെ പറയേണ്ടത്. ഇങ്ങനെ ഇത് കുറച്ചും കൂടി ഒരു ഇവിടെ എവിടെയെങ്കിലും കൊടുത്തിരുന്നത് കുറച്ച് ബെറ്റർ ആയിരുന്നു. ഇതിൻ്റെ അകത്തേക്ക് ഭയങ്കര പാടാണ്. പിന്നെ ക്രൂയിസ് കൺട്രോൾ ഉണ്ട്. സസ്പെൻഷൻ എല്ലാം നൈസാണ്. പിന്നെ എനിക്ക് ഈ വണ്ടിയിൽ ഫീൽ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ റേഞ്ച് ഒരു 400 ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതിനാക്ച്വലി വരുന്ന 70 ആണ് ഇതിൻ്റെ മാക്സിമം ചാർജ് ഇൻടേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ പൊതുവേ വരുന്നത് ചാർജിങ് സ്റ്റേഷൻ എല്ലാം 40 to 80 ആണ്. 100-ന് മുകളിൽ കപ്പാസിറ്റി ഉള്ള കാർസ് ഇപ്പോൾ നിലവിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ അതിനുള്ള അവൈലബിലിറ്റി വളരെ കുറവാണ്. അപ്പോൾ സോ എനിക്ക് കറണ്ട് സിനാരിയോയിൽ ഒരു 70 എന്ന് പറഞ്ഞത് പക്ക ഒരു സ്വീറ്റ് സ്പോട്ടായിട്ട് ഫീൽ ചെയ്ത് ഓക്കെ ആണത്. നമുക്കത് പക്ക ആണ്. ഹൈറ്റ് ഒരു 4 ഫിംഗർ ഫ്ലാറ്റ് ആണ്. 4 ഫിംഗർ എന്തായാലും 4 ഫിംഗറിന് പുറത്ത് എന്തായാലും ഹെഡ് റേഞ്ച് എത്തും. എനിക്കൊരു അറൗണ്ട് 6 ഫീറ്റ് ഹൈറ്റ് ഉണ്ട്. അപ്പം 6 ഫീറ്റ് ആയിട്ടുള്ള എനിക്കാണെങ്കിലും 4 ഫിംഗർ എന്തായാലും ഈസി ആയിട്ട് എത്തും. പിന്നെ റോഡിൽ നമ്മുടെ വണ്ടിയുടെ അടുത്തൂടെ തന്നെ വണ്ടിയൊക്കെ പോകുന്ന സമയത്ത് മിററിൽ തന്നെ ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. ഇവിടെ ലൈറ്റ്സ് വരുന്നുണ്ട്. ഇവിടെ ലൈറ്റ്സ് വരുന്നുണ്ട്. ആ സൈഡ് ലൈറ്റ്സ് ഉണ്ട്. 3 സൈഡിലും ലൈറ്റ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. JBLൻ്റെ സൗണ്ട് സിസ്റ്റമാണ്. ഞാനൊരു നോ കോപ്പറേറ്റ് പാട്ടെല്ലാം വെച്ചുതരാം. ഒന്ന് വെച്ചാണോ അത്യാവശ്യം അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്പീക്കേഴ്സാണ്. ഫുൾ ഓപ്ഷനിലേക്ക് വരാൻ നമുക്ക് വണ്ടിക്കത് വരുന്നത് JBLൻ്റെ ആണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. നമുക്ക് അങ്ങനെ ഒരു സൗണ്ട് ഇപ്പം ഒരുപാട് കൂട്ടിയാൽ പോലും നമുക്കൊരു അരോചകമായിട്ട് ശരിക്കും തോന്നാറില്ല. പിന്നെ വണ്ടിയുടെ ബാറ്ററി ലൈഫ് ടൈം ബാറ്ററിയുള്ള ബാറ്ററിയാണ്.
അത് വലിയൊരു സമാധാനമാണ് എനിക്ക്. അപ്പോൾ ചുരുക്കി പറ, ഇതാണ് നമ്മുടെ കാറെന്ന് പറയുന്നത്. പിന്നെ സേഫ്റ്റി മെഷേഴ്സിൽ ടാറ്റ 5 സ്റ്റാർ ആണ്. ഇതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്നെ ആരും ചീത്ത കളിക്കരുത്. ഞാൻ എൻ്റെ ആദ്യത്തെ കാർ റിവ്യൂ ആണ്. ഞാൻ ഇപ്പോഴൊന്നും കാർ എടുക്കില്ല, അതുകൊണ്ട് ഇപ്പോഴൊന്നും എനിക്ക് കാറേ ഉണ്ടാകത്തില്ല. വേറെ ആരും വിളിച്ചാൽ വരാം, ഞാൻ കുറച്ചുകൂടി വന്നിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്ത് വരാം. അപ്പോൾ നമ്മുടെ കാറിന് എന്തെങ്കിലും ഫീച്ചേഴ്സ് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. ഇത്രയും എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ആക്ച്വലി വീണ്ടും പറയാണ്, ഇവിടെയും ബോട്ടിൽ വയ്ക്കാൻ സ്ഥലം ഉണ്ടെങ്കിലും നമുക്ക് ഒരു ചില ആൾക്കാരുണ്ട് ലൈക്ക് കോൾഡ് കോഫി അല്ലെങ്കിൽ ഇപ്പം സ്റ്റാർബക്സ്. നമ്മളങ്ങനെ ഇല്ല, നമ്മൾ രാമേട്ടൻ ഞങ്ങളുടെ ചായക്കടേ ഉള്ളൂ. എന്നാലും അതൊക്കെ മേടിച്ച് അങ്ങനെ തന്നെ കുടിക്കുക. പോർട്ട് ഞാൻ ഒറ്റ തവണ ലൈഫ് സ്റ്റാർബക്സ് കയറില്ല. സദ്യ എന്നെ കൊണ്ടുപോകാം, ഞാൻ കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഇവിടെ വെച്ച് കുടിക്കാൻ പറ്റത്തില്ല, അത് ഭയങ്കര ഡ്രോബാക്കാണ്. പിന്നെ ആകെ ഉള്ളത് ഇവിടെ കൂൾ ബോക്സ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് 2 ഗ്ലാസ് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. വേറെ ഒന്നും തൽക്കാലം ഇവിടെ പേഴ്സും കമ്മലും തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച്. പിന്നെ ഇവിടെ ആക്ച്വലി ഒരു ചെറിയൊരു സ്റ്റോറേജ് കൂടെ ഉണ്ട്, അത് ഞാൻ കാണിക്കാൻ പറഞ്ഞു കേട്ടോ. ഹാൻഡ് റെസ്റ്റിൽ തന്നെ ഇവിടെ സ്റ്റോറേജ് വരുന്നുണ്ട്. അത്യാവശ്യം കാർത്തികിന് വേണമെങ്കിൽ കപ്പലിൻ്റെ ആണെങ്കിൽ ഇട്ട് ഡെപ്ത് ഉണ്ട് അതിന്. അത്യാവശ്യം നല്ല ഡെപ്ത് ഉണ്ട്. ഇതിനകത്ത് കുറച്ച് ഇങ്ങനെത്തുണ്ടോ, അത്യാവശ്യം ഡെപ്ത് ഉണ്ട്. നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ അതിനകത്ത് വെക്കാം. പേഴ്സ്, കാര്യങ്ങൾ, നമ്മളെ കാർഡ്സ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാധനം വെക്കാൻ വെക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വണ്ടിയിൽ വരുന്നത്. പിന്നെ വ്യൂ എന്ന് പറയുന്നത് നല്ല ഫുൾ ഡാർക്ക് തീമാണ്. എല്ലാ കഴിയുമ്പോഴത്തേക്കും മേഡം എത്തി റിവ്യൂനായിട്ട്. അപ്പോൾ വണ്ടി ഫുള്ള് നല്ലൊരു ബ്ലാക്ക് തീമാണ്. ഇതിന്റെ ബാക്കിയുള്ള മോഡൽസ് എല്ലാം വരുമ്പം അകത്ത് ഇന്റീരിയേഴ്സ് വൈറ്റ് ആണ്. അപ്പൊ അതാണ് ഞാൻ മെയിൻ ആയിട്ട് ഈ വണ്ടിയിലേക്ക് പോകാൻ കാരണം. വൈറ്റിനെ കാട്ടി എന്തുകൊണ്ടും നല്ലൊരു ലുക്കും എല്ലാം കിട്ടുന്നത് ബ്ലാക്ക് കളറാണ്. ഞാൻ ബ്ലാക്കിലേക്ക് വന്നത്. സോ ഈ ടാറ്റയുടെ ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയാൻ പറ്റുമെങ്കിൽ വേണമെങ്കിൽ പറയാം. അത് വേറൊന്നുമല്ല, എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ്. കാരണം ടോപ്പ് എൻഡിൽ എംബേർഡ് തന്നെ ഇത് ആക്ച്വലി ടോപ്പ് എൻഡ് മോഡലാണ്. ഇതും ആക്ച്വലി നമ്മുടെ എന്താ പേരുള്ള എല്ലാം കൂടെ തുറന്നു പോയി, ഉദ്ദേശിച്ചതല്ലായിരുന്നു. നമുക്ക് അത് പയ്യെ ഞെക്കിയ ഒരെണ്ണം ക്ലോസ് ആവും. ഇതിപ്പോ ഫാസ്റ്റ് എണ്ണം ഓപ്പൺ ആയത് ക്ലോസ് ആയത്. അതായത് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരെണ്ണം മാത്രമേ. അത് പാതി വഴി നിർത്താൻ എന്ത് ചെയ്യും? ഇതിനെ പാതി നിർത്തതിന് അല്ല, ചുമ്മാ ചോദിച്ചത്. എനിക്ക് അത്ര ലൈറ്റ് മതിയായിരുന്നു. അപ്പോൾ അതായത് കളേഴ്സ് വരുമ്പോൾ ബാക്കിയുള്ള കുറെ ബ്ലൂ ഉണ്ട്, അങ്ങനെ പല കളേഴ്സ് ഉണ്ട്. അതിന്ന് ബ്ലാക്ക് എന്ന ഈ കളറിലേക്ക് വരുമ്പോൾ ഒരു 40,000 റുപ്പീസ് അടുപ്പിച്ച് കൂടുന്നുണ്ട്. അതൊരു സാധാരണ എല്ലായിടത്തും ബ്ലാക്കിനെ കൊച്ചായി കാണുന്നത് കൊണ്ട് ഇനി ഇവർ ബ്ലാക്ക് കാശ് കൊടുക്കണം അറിഞ്ഞോണ്ട് എനിക്ക്. പക്ഷെ ബ്ലാക്ക് കാണുന്നല്ലേ അതാ എന്നും പറഞ്ഞ് 7 കളറില്ലാത്ത കാശാണ് 40,000 കൂട്ടിയിട്ടേക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം മാത്രം എനിക്ക്. അത് മാത്രമല്ല, ആക്ച്വലി ഇവര് ബ്ലാക്ക് വണ്ടിക്ക് വെച്ച് ബാക്കി എല്ലാ വണ്ടിയിലും ഇന്റീരിയർ സീറ്റ്സ് വൈറ്റ് ആക്കിയിട്ടുണ്ട്. അതായത് അത് കാണുമ്പോൾ ആൾക്കാർക്ക് ബ്ലാക്കിലേക്ക് പോകാൻ തോന്നണം. അതായത് പെട്ടെന്ന് അഴുക്കാവും എന്നൊക്കെ ഉള്ളൊരു കോംപ്ലക്സ് ഉള്ളിൽ വരും അത് കാണുമ്പോൾ. പിന്നെ ഞാൻ വണ്ടിയിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല, സൺറൂഫ് അങ്ങനെ ഒന്നും ഒടിച്ചിട്ടില്ല. പുറത്ത് 2 അതിഥികൾ, അതിഥി തൊഴിലാളികൾ 3 ഉണ്ട്. അതിഥി തൊഴിലാളിയെ വിളിച്ച് കണ്ണൻചേട്ടൻ മാത്രമാണ്. ഞാൻ അങ്ങനെ പറയണ്ട, അണ്ണനാണ് അന്നേരം എവിടെ കായലിച്ചെടുത്താക്ക. എത്ര വിളിച്ച. അപ്പൊ ഇതാണ് നമ്മുടെ കാർട്ടൂൺ. പിന്നെ ആക്ച്വലി ഇതൊക്കെ അറിയാമല്ലോ, ഓട്ടോ ഡിമ്മറേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതൊക്കെ ഇപ്പൊ എല്ലാ വണ്ടിയിലും വരുന്ന കാര്യങ്ങളാണ്. പിന്നെ പല ഫീച്ചേഴ്സ് പല വണ്ടിയിലും ഉള്ളതാണെങ്കിലും ഞാൻ എൻ്റെ കാറിലും എല്ലാ കാറിലും പറഞ്ഞതെന്നാണ്. പിന്നെ ഒരു കാര്യം ഉണ്ട്, ഇതില് സീറ്റിന്റെ ബാക്കില് മറ്റേ ഇതില്ല, ബാഗ് ഇല്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലും വെക്കണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പിന്നെ ഇവിടെ ഒരു ഇതുണ്ട് കേട്ടോ, ഒരു 2 kg വരെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഹാങ് ചെയ്തിടാൻ പറ്റും. കവേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തൂക്കിയിടാൻ പറ്റും. അത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, പക്ഷെ യൂസ് ഉള്ളവരുണ്ടായിരിക്കാം. അല്ല, യൂസ് വരും. കവറൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് പെട്ടെന്ന് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ അതങ്ങ് സ്പ്രെഡ് ആയി പോകും. കൊള്ളാം, അത്രയും സംഭവങ്ങളുണ്ട്. അപ്പോ അത്രേ ഉള്ളൂ. അപ്പോ സുഹൃത്തെണ്ണം പുറത്തുനിന്ന് വെയിലുകൊണ്ടിരിക്കുന്നു. അപ്പോ ഇറങ്ങി പോടാ പറ്റേ പറയുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ കാർട്ടൂണിന്റെ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഒരു നല്ല സ്പേഷ്യസ് ആണ് വണ്ടി. വണ്ടിയുടെ ബാഗിൽ 6-7 പേർക്ക് 8 പേർക്ക് ഇരുന്ന് പോവാം. ഇത്രയും പേര് ഈ വണ്ടി വന്നാണ്. ഇത് കാണുന്ന MP ഉള്ളവരുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ സുഹൃത്തിന്റെ അഡ്രസ് ഉണ്ടെങ്കിൽ സുഹൃത്തന്നാണ് വണ്ടി വിളിച്ചത്. ബൈ ബൈ. ഓക്കെ, അവന്റെ ജട്ടിങ് ഉണ്ട്. ഓക്കെ, അപ്പോ കാർട്ടൂർ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അടുത്ത വീഡിയോയിൽ അവൻ വരുന്നവരേക്കും ബൈ ബൈ.